എല്ലാവർക്കും ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ചിങ്ങപ്പുലരി പിറക്കുമ്പോൾ അത് നന്മയും സമൃദ്ധിയും നിറയുന്ന ഒരു വർഷമായിരിക്കണം എന്നാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. സൂര്യൻ അടുത്ത ഒരു മാസക്കാലം ചിങ്ങരാശിയിലാണ് നിലകൊള്ളുന്നത്. ഈ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. 27 നക്ഷത്രക്കാരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽ. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ ഗുണദോഷ ഫലങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. പലപ്പോഴും ശത്രുക്കൾ വർദ്ധിക്കുകയും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പുതിയ നേട്ടങ്ങൾക്കുള്ള സാധ്യതയെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ജോലിയിൽ ചെറിയ അശ്രദ്ധയുണ്ടാവും. ഇടവക്കൂറ്, കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകേരം ആദ്യ പകുതി. ഇടവക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ ധാരാളം നേട്ടങ്ങൾ കാത്തിരിക്കുന്നു. പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. അപകീർത്തിക്കുള്ള സാധ്യതയുള്ളതിനാൽ അല്പം ശ്രദ്ധിക്കണം. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കാലം നിലനിൽക്കുന്നു. ആത്മീയ കാര്യങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. മിഥുനക്കൂറ്, മകേരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ. മിഥുനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ശാരീരികമായി ചെറിയ ചില അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നു. പലപ്പോഴും ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നു. മാത്രമല്ല കുടുംബത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും അത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിക്കുന്നതിനും അതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. കർക്കിടകക്കൂറ്, പുണർദം അവസാന പാദം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അപ്രതീക്ഷിതമായ സ്ഥാനഭ്രംശം സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും വസ്ത്രലാഭവും ധനലാഭവും തേടിയെത്തുന്നു. സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങൾ പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം, ആദ്യകാൽ. ചിങ്ങക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഏറ്റവും മികച്ച സമയമാണ് വരുന്ന ഒരു മാസം. വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങാൻ സാധിക്കുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. കൂടാതെ പല കോണിൽ നിന്നും പണം നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരാം. കന്നിക്കൂറ്, കന്നിക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അതിനുവേണ്ട അധ്വാനവും നിങ്ങൾക്ക് ഫലം നൽകുന്നു. മനസ്സുഖമുണ്ടാവുകയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു. തുലാക്കൂറ്, ചിത്ര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യമുക്കാൽ. തുലാക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നു. ജോലി സംബന്ധമായി വിദേശ യാത്രകൾ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു. പലപ്പോഴും സന്താന സൗഭാഗ്യവും നിങ്ങൾക്കുണ്ടാവുന്നു. സ്ത്രീകൾക്ക് പല വിധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലം ലഭിക്കുന്നു. വൃശ്ചികക്കൂറ്, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നേടിയെടുക്കുന്നതിന് സാധിക്കുന്നു. പലപ്പോഴും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്നു. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. പലപ്പോഴും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം. ധനുക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അവരുടെ വരുമാനം വർദ്ധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള യോഗം കാണുന്നു. ബന്ധുക്കളുടെ കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ അത്യാവശ്യമാണ്. മാനസികമായി നിങ്ങൾ ഈ സമയം ശക്തരായിരിക്കും. മകരക്കൂറ്, ഉത്രാടം ആദ്യമുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. മകരക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാവുന്നു. അവിവാഹിതരായവർക്ക് വിവാഹത്തിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികമായ സ്ഥിതി അല്പം മെച്ചപ്പെടുന്നു. ശാരീരിക വിഷമതകൾ, കാര്യതടസ്സം എന്നിവ വിടാതെ പിന്തുടരുന്നു. കുംഭക്കൂറ്, അവിട്ടം അവസാന പകുതി, ചതയം, പുരുരുട്ടാതി ആദ്യമുക്കാൽ. കുംഭക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു. ബന്ധുക്കളുടെ കാര്യത്തിൽ അനുകൂല മാറ്റങ്ങൾ സംഭവിക്കുന്നു. ജോലിസ്ഥലത്ത് അസ്ഥിരത കാരണം പലപ്പോഴും വിഷമഘട്ടങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾക്ക് ശക്തി വർദ്ധിക്കുന്നു.
മീനക്കൂറ് പുലർട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി. മീനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് പലപ്പോഴും ജോലി സ്ഥലത്തുള്ള പ്രതിസന്ധികൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ചെറിയ അശ്രദ്ധ പോലും നിങ്ങളെ പ്രതിസന്ധിയിൽ ആക്കുന്നു. ക്ഷീണവും അലച്ചിലും വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി പലപ്പോഴും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിക്കാം.